ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതായത് 5:30 മുതലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിച്ചൺ പ്രൊഡക്ട്സും കിച്ചൺ ഓർഗനൈസിംഗ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് മക്കൾക്ക് സ്കൂളും കോളേജൊക്കെ ഉള്ള ദിവസമാണ്. ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. ഫസ്റ്റ് തന്നെ ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കറിക്കുള്ള കാര്യങ്ങളൊന്നും വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ കായും പച്ചമാങ്ങയും ഉണക്കമീനുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ച കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ പച്ചമാങ്ങ കിട്ടുമ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ വെക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യമുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാലക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ 2 മീഡിയം സൈസിലെ സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 പച്ചമുളകും ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായും പച്ചമാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് തേങ്ങ അരച്ച് ചേർത്താൽ മതി. സവാള, പച്ചമുളക്, ഇഞ്ചി എല്ലാം വഴറ്റിയിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സവാള ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അച്ചിങ്ങയും കായും കൂടി ഞാനൊന്ന് മെഴുക്ക് വരട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും കൂടി ഒന്ന് വേവിക്കാൻ വെക്കാണ്. അപ്പോൾ ഉള്ളിയാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ചെറിയൊരു സവാളയും കൂടി അരിഞ്ഞിട്ടിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് അച്ചിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു കായും കൂടി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ട്, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ കഴുകുമ്പോൾ ചെറിയൊരു വെള്ളം ഉണ്ടാവില്ല, ആ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൊട്ടറ്റോയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയും അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അല്പം ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണക്കമീന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ്. 2-3 കഷ്ണം ഉള്ളിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണക്കമീനും കായും കൂടി ചൂടാക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചിങ്ങയും കായും അത് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചീനിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അതിന് ശേഷം ഉള്ളിയും മൂപ്പിച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി. ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാല ദോശ റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും വെന്ത് വന്നിട്ടുണ്ട്. ചോറൊന്ന് ഊറ്റിയെടുക്കണം. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഞ്ചിന് എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാലൻസ് വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അത് അച്ചിങ്ങ കായും മെഴുക്ക് പുരട്ടിയും അതും ഒരു ടിന്നിലാക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് സ്റ്റൗവും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ലിക്വിഡ് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. 2-3 തുള്ളി പുൽത്തൈലവും കുറച്ച് ഹാൻഡ് വാഷ് ലിക്വിഡും പിന്നെ വെള്ളവും കൂടി ചേർത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗ്ലാസ് ക്ലീനറിൻ്റെ സ്പ്രേ ബോട്ടിലാണ് കേട്ടോ അത്. അപ്പോൾ ഇതേപോലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഫ്രൈയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ തെറിക്കുമല്ലോ. അപ്പോൾ അതും ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ എപ്പോഴും മറന്നു പോകുന്നൊരു സ്ഥലമാണ് സ്റ്റൗവിൻ്റെ അടിഭാഗം. അത് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്ത് വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ക്ലീനിങ് സൊല്യൂഷനൊക്കെ നമ്മൾ ഇതേപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തുള്ള മണവും കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ ഈച്ചകളൊക്കെ ഉണ്ടാവുള്ളൂ, അതൊക്കെ മാറി കിട്ടും കേട്ടോ. അതുപോലെ കിച്ചൺ നല്ല സ്മെല്ലായിരിക്കുകയും ചെയ്യും. അങ്ങനെ സ്റ്റൗ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കൗണ്ടർ ടോപ്പ്. അതായത് സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ നിന്ന് സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ആ സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് ക്ലീൻ സൊല്യൂഷൻ വെച്ച് നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് എല്ലാ ഇടവും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കബേർഡിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അതിൽ വീണ് പിന്നെ നമ്മളത് ക്ലീൻ ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും അത് വീണ് മോശമായി പോകും. അപ്പോൾ നമ്മൾ ഡെയിലി കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഡോറും കൂടി പ്രത്യേകം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ സാധനങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് പാക്ക് ഓഫ് 2 വരുന്ന ടീ ഷുഗർ കണ്ടെയ്നേഴ്സ് ആണ്. ഇത് 750 ml ആണ് എൻ്റെ കപ്പാസിറ്റി വരുന്നത്. പാക്ക് ഓഫ് 3 വരുന്നുണ്ട്, ടീ കോഫി ഷുഗർ ആയിട്ട് അങ്ങനെയും വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ 3-4 വർഷങ്ങളായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. മാറ്റി മറിച്ചൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ബേജ് കളറാണ് ഇത്. ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ഭരണികളാണ്. അതായത് ഭരണിക്ക് വിൽക്കുന്ന ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിൽ കല്ലുപ്പും പൊടിയുപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. വുഡിൻ്റെ 2 ടയർ കിച്ചൺ റാക്കാണ്. ഇതും മുമ്പ് ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡാണ്. നമ്മൾ വീഡിയോക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഈ സാധനങ്ങളെല്ലാം ഞാൻ 3-4 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് ബാംബൂവിൽ വരുന്ന വുഡൻ പ്ലേറ്റ് സ്റ്റാൻഡ് റാക്കാണ്. അതായത് ഇത് 8 വരുന്നുണ്ട്, പിന്നെ 6 ഒക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ 6 വാങ്ങിച്ചിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലും ക്യാബിനറ്റിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റാൻഡാണ് ഇത്. ഈ പ്ലേറ്റ് നെസ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്ലേറ്റാണ് കേട്ടോ. 4 സെറ്റായിട്ടാണ് വരുന്നത്. ഈ ഡിസൈൻ തന്നെ ബൗളും 4 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹോൾ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതും നെസ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ട്രേ ആണ്. 2 ട്രേൻ്റെ സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ തൊട്ട് വലുതും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിൽ ഇതേപോലെ ഓയിലും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇതൊരു ഓയിൽ ഡിസ്പെൻസർ ബോട്ടിലാണ്. 2-in-1 ഓയിൽ സ്പ്രെയറായിട്ടും ഡിസ്പെൻസറായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പാനിലേക്ക് സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബോട്ടിലാണ്. അതുപോലെ തന്നെ ഇത് 550 ml കപ്പാസിറ്റി വരുന്ന ഒരു ഓയിൽ ബോട്ടിലാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ ഫ്ലിപ്പ് ആവുന്ന ഒരു നല്ലൊരു ബോട്ടിലാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ലൈനറാണ്. അതായത് നമ്മൾ കബോർഡിലേക്ക് വെക്കുന്ന ലൈനറാണ്. മുമ്പത്തെ കിച്ചണിൽ ഞാൻ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ആ ട്രേയുടെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് അത് ഇതിലായിക്കോളും. നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. ഞാനത് ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് സിലിക്കൺ സ്പാച്ചുലയാണ്. അതായത് വുഡൻ ഹാൻഡിലൊക്കെ ആയിട്ട് വരുന്ന സെറ്റ് ഓഫ് 3 വരുന്ന ഗ്രേ കളർ നല്ല അടിപൊളി സ്പാച്ചുലാണ് കേട്ടോ. ഇത് പാക്ക് ഓഫ് 2 വരുന്ന സെറാമിക്കിൻ്റെ 2 കപ്പാണ്. 200 ml ആണ് എൻ്റെ കപ്പാസിറ്റി. അത്യാവശ്യം നല്ല രീതിയിൽ ചായ കോഫിയൊക്കെ ഇതിൽ കൊള്ളുന്നതാണ്. ഈ വൈറ്റ് കപ്പുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ പണ്ടേ മുതലേ യൂസ് ചെയ്തിട്ടിരുന്ന ഒരു കപ്പാണ് കേട്ടോ. സെറാമിക്കിൻ്റെ ആണ്. ഈ മോരെടുക്കാനും അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കപ്പായിരുന്നു കേട്ടോ അത്. ഇനി നമുക്ക് ട്രേയിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാം. ഇത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള 3 സെക്ഷൻ കട്ട്ലറി ഹോൾഡർ സെറ്റാണ്. വുഡൻ ട്രേഡ് കൂടിയാണ് വരുന്നത്. ഫോർക്ക്, സ്പൂൺസ്, നൈഫ്സ് ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹോൾഡറാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സെറ്റിൽ തന്നെ 3 പീസ് ആയിട്ട് വരുന്ന കിച്ചൺ നൈഫാണ്. നോൺ സ്ലിപ്പ് ഹാൻഡിലാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇത് 2 സെറ്റ് വരുന്ന ബ്ലാക്ക് നോൺ സ്റ്റിക്ക് സ്പാച്ചുല സെറ്റാണ്. ഹെയ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. സിലിക്കോൺ സ്പാച്ചുലാണ് കേട്ടോ. നോൺ സ്റ്റിക്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സ്പാച്ചുലയാണ്. ഇത് ഗോൾഡൻ കളർ കോഫി സ്പൂൺസ് ആണ്. ഫ്ലവർ ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. 4 പീസിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത്. മറ്റേത് 3 പീസ് സെറ്റാണ്. ലോങ് ഹാൻഡിലൊക്കെ ആയിട്ട് വരുന്ന 3 പീസിൻ്റെ സ്പൂണാണ്. ഇത് വുഡൻ മഗ് സ്റ്റാൻഡാണ്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ. 6 ആണ് വരുന്നത്.
ഇതൊക്കെ എല്ലാം ഞാൻ മീഷോയിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടുതലും മീഷോയിൽ നിന്ന് തന്നെയാണ് ഡ്രസ്സുകളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കടുക്, ഉലുവ, ജീരകമൊക്കെ ഞാനിവിടെ ഒരു ട്രേ വെച്ചിട്ട് വിൻഡോയുടെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റൗവിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് എടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഇത് സ്റ്റാക്കബിൾ കോഫി കപ്സ് വിത്ത് സ്റ്റാൻഡാണ്. ഗ്രീൻ കളറാണ്. ഗ്രീനും വൈറ്റും കൂടി കോമ്പിനേഷനാണ് കേട്ടോ ഇത് നെസ്റ്റേഷ്യ പ്രൊഡക്റ്റ് ആണ്. 4 പീസിൻ്റെ സെറ്റാണ്. 240 ml ആണ് കേട്ടോ. ഇത് എഗ്ഗ് ട്രേ ആണ്. 15 എണ്ണത്തിൻ്റെ ട്രേ ആണ് കേട്ടോ ഇത്. ഇത് ടിഷ്യൂ റോൾ പേപ്പർ ഹോൾഡറാണ്. വുഡൻ ആണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഓർഗനൈസ് വെച്ചാൽ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് വെച്ചിരുന്ന സ്റ്റാൻഡ് ഞാൻ വിൻഡോയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഹോൾഡറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നെസ്റ്റേഷ്യ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അത് എൻ്റെ ഹോൾ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് ഡിഷ് ഡ്രൈയിങ് ബാസ്ക്കറ്റ് ആണ്. അതിൻ്റെ ട്രേയും കൂടി വരുന്നുണ്ട് കേട്ടോ. പാത്രം കഴുകുന്ന സമയത്ത് സിങ്കിൻ്റെ സൈഡിൽ ഇത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ താഴത്തെ ട്രേയിൽ കൂടി വെള്ളം സിങ്കിലേക്ക് തന്നെ പോയിക്കോളും. നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഇത് സിങ്കിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. നമുക്കിത് ബാത്റൂം ഓർഗനൈസറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ഹാൻഡ് വാഷ് ലിക്വിഡ് ബോട്ടിലാണ്. ഐക്കയുടെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആണ്. ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. പിന്നെ ഇത് 2-in-1 സോപ്പ് ഡിസ്പെൻസറാണ്. സ്പോഞ്ച് ഹോൾഡർ കൂടി വരുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ കിച്ചൺ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.